ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. നരേന്ദ്രമോദിയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം പിണറായി സർക്കാർ കടമെടുക്കുന്നു. CH റഷീദ്. നരേന്ദ്രമോദി ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം പിണറായി വിജയൻ കടമെടുത്ത് കേരളത്തിൽ പരീക്ഷിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് അഭിപ്രായപ്പെട്ടു. വെറുപ്പിനെ ചെറുക്കാം, വികസന വഴിയിൽ മുന്നേറാം എന്ന പ്രമേയവുമായി മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരജാഥ അഴീക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധങ്ങളായ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ആതുര സേവന അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഈ സമുദായത്തിന് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അതിനാവശ്യമായ ഭൂസ്വത്തുക്കളുണ്ട്. ഇതെല്ലാ സമുദായത്തിനും എല്ലാ സമൂഹത്തിനും ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ രാജ്യത്തെ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടി ക്രിസ്തീയ സമൂഹം ഒട്ടേറെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നാം വിലമതിക്കുന്നു. നമ്മുടെ കേരളത്തിലെ വളർച്ചയിൽ, പുരോഗതിയിൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ക്രിസ്തീയ മിഷണറി ചെയ്തിട്ടുള്ള സേവനങ്ങളെ വിലമതിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അവരുടെ സേവനങ്ങളെ ഇന്നും അതിനെ അംഗീകരിക്കുന്ന ഒരു സമുദായമാണ്. എന്നാൽ മുസ്ലിം സമൂഹം അവരുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്താനുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ വഖഫ് സ്വത്തായിട്ടാണ് മുസ്ലിം സമുദായം അത് വിനിയോഗിക്കുന്നത്. ആ വഖഫ് സ്വത്തുകൾ ഏതോ ഭീകരമായ ഒരു സംഗതിയാണ് വഖഫ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാനും ബഹുമാന്യനായ അരുൺ റഷീദ് സാഹിബും യാത്രക്കിടയിൽ പറഞ്ഞു, വഖഫ് എന്ന് പറഞ്ഞാൽ ജയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ അതുപോലെ ലഷ്കർ എ തയ്യിബ എന്നൊക്കെ പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനമാണ് വഖഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പ്രചരണം, ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അതിപ്പോ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? വഖഫ് സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ അല്ലെങ്കിൽ ബില്ലിന്റെ സ്ഥാപനത്തിൽ അത് JPC ഇപ്പോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. JPCയുടെ അന്വേഷണം കഴിഞ്ഞ് നടപ്പിലാക്കും, പാർലമെന്റിൽ നടപ്പിലാക്കുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് പ്രമേയ പ്രഭാഷണം നടത്തി. അഴീക്കോട് നിന്ന് ആരംഭിച്ച് നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ജാഥ ചന്ദ്രാപിന്നി സെന്ററിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, വൈസ് ക്യാപ്റ്റൻ KM ഷാനിർ, ട്രഷറർ TK ഉബൈദ്, കോർഡിനേറ്റർ CA ജലീൽ, മാനേജർ സലീം പുറക്കുളം, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് OS നഫീസ, AA അബ്ദുൽ കരീം മൗലവി, KA അഷ്റഫ്, സെയ്ദു ഹാജി പുത്തൻകുളം, PA മൊയ്തു, KK സഗീർ, KM നിഷാദ്, PM സൈനുദ്ദീൻ, TK സെയ്തു, മുജീബ് റഹ്മാൻ, EK മുഹമ്മദ്, സാജിദ പുതിയ വീട്ടിൽ, സുമതി ബാബുക്കുട്ടൻ, അഷറഫ് മംഗലംപള്ളി, CA അഷ്റഫ് ഇടശ്ശേരി, KA റഷീദ്, അനസ് PB, മുഹമ്മദ് ഹനീഫ് VM, നാസർ VA, KK സക്കറിയ, TA ഫഹദ്, PK അബ്ദുൾ റഹീം, മൻസൂർ അന്താരത്തറ എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട വൈകാരംഗങ്ങൾ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും എല്ലാ പ്രവർത്തകന്മാരും ഇരു ലൈനായിക്കൊണ്ട് ഈ ജാഥയിൽ അണിനിരക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ജാഥ ആരംഭിക്കുന്നു. നമ്മൾ പുറത്തു നിൽക്കുന്ന എല്ലാവരും കാണികളായി ആരംഭിക്കേണ്ടതില്ല. ഇത് നമ്മുടെ സമരജാഥയാണ്. പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും, നമ്മുടെ മുഴുവൻ പ്രവർത്തകം, പുറത്തു നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഈ ജാഥയിൽ അണിനിരത്തിക്കൊണ്ട് ജാഥ ചെയ്യേണ്ടതാണ്. വൈകാരങ്ങളാണ് ഏറ്റെടുക്കേണ്ടതാണ്. ഈ ജാഥയുടെ ആളുകൾ ഏറ്റെടുക്കൊണ്ട് വൈകാരങ്ങളുടെ പ്രവർത്തനങ്ങൾ Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.